സമസ്തയുടെ കൂടുതൽ വേദികളിലേക്ക് രമേശ് ചെന്നിത്തല. മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയാകും. ജനുവരി 11-നാണ് മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ 35-ാം വാർഷിക സമ്മേളനം. ജാമിയ നൂറിയയിലെ വേദിക്ക് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്ക് ജാമിയ ഇസ്ലാമിയയിലേക്കുള്ള ക്ഷണം കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, സമുദായ സംഘടനകളുടെ വേദികളിൽ നിറയുകയാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ സമസ്തയിലും കൂടുതൽ പരിപാടികൾ, സമസ്ത സംഘടിപ്പിക്കുന്ന കൂടുതൽ പരിപാടികളിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതിനെ രാഷ്ട്രീയമായി എങ്ങനെ വേണം വായിച്ചെടുക്കാൻ? തീർച്ചയായും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് സമസ്തയുടെ എല്ലാ സ്ഥാപനങ്ങളും. സമസ്തയുടെ പൂർണ്ണ നിയന്ത്രണവും മുസ്ലിം ലീഗിൻ്റെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് എല്ലാം രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. രാഷ്ട്രീയമായി ഏറെ വിലയിരുത്തപ്പെടുന്നത് കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 4-ാം തീയതിയാണ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ രമേശ് ചെന്നിത്തല ഒരു സെഷനിൽ പങ്കെടുക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ 11-ാം തീയതി മഞ്ചേരിയുള്ള ജാമിയ ഇസ്ലാമിയ എന്നുള്ള സമസ്തയുടെ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ, ഒരു മതസ്ഥാപനം തന്നെയാണ്. ആ സ്ഥാപനത്തിന്റെ, സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള ഈ സ്ഥാപനത്തിന്റെ ചടങ്ങിലേക്കും രമേശ് ചെന്നിത്തലയെ അതിന്റെ ഉദ്ഘാടകനായി ക്ഷണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വരുന്ന പ്രതികരണങ്ങളും. ഒപ്പം തന്നെ അദ്ദേഹത്തിന് നൽകുന്ന സ്ഥാനങ്ങളും, അദ്ദേഹത്തിന് ഓരോ വേദികൾ നൽകുന്നു നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും VD സതീശനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക്, സമസ്തയുടെ തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് അവസരം നൽകുന്നു, വേദികളിൽ എത്താൻ അവസരം നൽകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായത് തന്നെയാണ്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ കോഴിക്കോട് നിന്ന്.